കുട്ടിക്കുറുമ്പുകളുടെ ഒരു പിടി മാസ്മരിക പ്രകടനങ്ങളുമായി ഇന്ന് സുന്ദരിക്കുട്ടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. സുന്ദരിക്കുട്ടിയിലെ അടുത്ത മത്സരാർത്ഥി വരുന്നത് നമ്മളുടെ എറണാകുളം ജില്ലയിൽ നിന്നാണ്. സൗന്ദര്യത്തിന് അല്പം കുസൃതിയുടെ നിറങ്ങൾ കൂടി പകർന്നാൽ എങ്ങനെയുണ്ടാവും? അതിന് ഉത്തമ ഉദാഹരണമാണ് അടുത്തതായി വരുന്ന മത്സരാർത്ഥി. നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി ആ സുന്ദരിക്കുട്ടിയെ സ്വാഗതം ചെയ്യാം. ഹന്ന. ഹന്നക്കുട്ടി, വികൃതിയാണോ? ഇത്തിരി. ആരാ കൂടുതൽ വികൃതി? എന്നാ എൻ്റെ അനിയത്തി. അനിയത്തിയാണ് വികൃതി. അവൾ എന്ത് വികൃതിയാ സാധാരണ ചെയ്യാറ്? മുടിക്ക് പിടിച്ചു വലിക്കും. പിന്നെ അങ്ങനെയൊക്കെയുള്ള കുസൃതികൾ ചെയ്യും അല്ലേ? അപ്പൊ ചേച്ചിക്കുട്ടി എന്താ ചെയ്യാ? അപ്പോ ഞാൻ മമ്മീനെ വിളിക്കും. മമ്മി എന്ത് പറയും വന്നിട്ട്? മുടിക്ക് പിടിക്ക് വലിക്കല്ലേ ചേച്ചിയല്ലേന്ന്. ചേച്ചിയല്ലേ, മുടിക്ക് പിടിച്ച് വലിക്കല്ലേ, പാവല്ലേ എന്നൊക്കെ പറയും അല്ലേ? ഓക്കെ. എന്നിട്ട് അനിയത്തിക്കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല അല്ലേ? എന്തു പറ്റി? മമ്മി സമ്മതിക്കൂല. മമ്മി ഇവിടെ ഓടി നടക്കും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും. മോളുടെ പെർഫോമൻസ് മമ്മിക്ക് കാണാൻ പറ്റില്ല അല്ലേ? അപ്പൊ മമ്മിക്ക് ഇവിടെ മോളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അനിയത്തിവാവേനെ വീട്ടിലാക്കിയിട്ട് അത്ര പോലും അത് മിസ് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് അല്ലേ? റെഡിയാണോ എന്നാ പെർഫോം ചെയ്യാൻ? എങ്ങനെയാ ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നേ? റാംവോക്കാണ് ചെയ്യാൻ പോകുന്നത്. അടിപൊളിയായിട്ട് ചെയ്യോ? റെഡിയായിട്ട് ചെയ്യും. ഓക്കെ. അപ്പം നമുക്കെന്നാ റാംവോക്കിലേക്ക് പോയാലോ? എന്നാ ക്യാമറ നോക്കിയെന്ന് പറയാമോ? എൻ്റെ റാംവോക്ക് കാണാമെന്ന്. എൻ്റെ റാംവോക്ക് കാണാം. ഓക്കെ. അപ്പം നമുക്ക് അന്നക്കുട്ടിയുടെ റാംവോക്ക് കണ്ടിട്ട് തിരികെ എത്താം. വിളികൾക്ക് എന്തോ ആ പവർ വരട്ടെ. എന്തോന്നൊന്ന് വിളിയേറ്റി ഒച്ചത്തില്. അടിപൊളി. ഓക്കെ. അന്നക്കുട്ടി, സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയാൻ റെഡിയാണോ? പറയാൻ റെഡിയാണ്. റാംവോക്കൊക്കെ നടത്തിയിരുന്നു, അതിനെക്കുറിച്ച് നമുക്ക് കമന്റ് കേൾക്കാം. അതിന് മുമ്പ് നമുക്ക് റാംവോക്കിന് മുമ്പ് എന്ത് കേൾക്കാം? ഇൻട്രൊഡക്ഷൻ പറയാം അല്ലേ? റെഡി അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ അന്നക്കുട്ടിയുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേൾക്കാം. പറഞ്ഞു. നമസ്കാരം. എൻ്റെ പേര് ഹന്ന യൂലാലിയ. ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, എൻ്റെ അനിയത്തി കൂടുന്ന ഒരു കൊച്ചു കുടുംബം. എൻ്റെ അമ്മയുടെ പേര് റോസ് ടാനിയ. എൻ്റെ പപ്പയുടെ പേര് റാഫേൽ സിയെ. എൻ്റെ അനിയത്തിയുടെ പേര് നദാലിയ. എനിക്ക് വലുതാവുമ്പോൾ ഒരു ഫാഷൻ ഡിസൈനർ ആവാനാണ് ആഗ്രഹം. ഹോബീസ്: ഡാൻസിങ്, സിംഗിങ്, ഡ്രോയിങ് എന്നിവയൊക്കെയാണ് എൻ്റെ ഹോബീസ്. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഒരു ഫാഷൻ ഡിസൈനർ ആവാൻ പോകുന്ന ആളാണ്. അതുകൊണ്ടാണോ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നേക്കുന്നേ? ഓക്കെ. നമുക്ക് കമന്റ് ചോദിക്കാം. ആരോട് ചോദിക്കാം? സലാം ബാബു സാറിനോട് ചോദിക്കാം അല്ലേ? ഓക്കെ സർ, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ കൊച്ചു അന്നക്കുട്ടിയുടെ പെർഫോമൻസ്? അന്നക്കുട്ടി, ഇഷ്ടമായോ ഇവിടെ വന്നിട്ട്? ഇഷ്ടമായി. ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ ഇവിടെ? ഫ്രണ്ട്സൊക്കെ കുറെ കിട്ടിയില്ലേ? ഓക്കെ. കോസ്റ്റ്യൂം നന്നായിരുന്നു മോളുടെ കേട്ടോ. ഇതാരാ ഡിസൈൻ ചെയ്തേ? എൻ്റെ മമ്മിയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ മോൾക്ക് അഭിപ്രായം പറഞ്ഞില്ലേ? മോൾക്ക് ഫാഷൻ ഡിസൈനർ ആവേണ്ട ആളല്ലേ മോള്? അഭിപ്രായം പറഞ്ഞോ? മോൾക്ക് ഇത് ഇഷ്ടമായോ? മമ്മിയുടെ ഒക്കെ ചെയ്യുന്നത് ഓക്കെ ആണോ മമ്മി? ഓക്കെ ആണല്ലേ? ഓക്കെ. കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുറച്ചുകൂടെ ഈ സെൽഫ് ഇൻട്രോയിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ കൂടി ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചു. കുറച്ചും കൂടെ പറയുന്നൊരു എന്ത് നന്നായി പറഞ്ഞു.
പക്ഷെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എൻജോയ് ചെയ്യുമായിരുന്നു. കുറച്ച് ചെറുതാക്കി പോയി. അതുപോലെ വാക്കിങ്ങിൽ ആദ്യമായിട്ടല്ലേ പങ്കെടുക്കുന്ന ഒരു ഫാഷൻ ഷോയിൽ? പങ്കെടുത്തിട്ടുണ്ടോ? ഓക്കെ, എങ്കിലും വാക്ക് ഒന്നും കൂടെ ഒന്ന് ബെറ്റർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ട്രെയിനിങ് വേണം. ഇനി അടുത്ത സ്റ്റെപ്പുകളിലൊക്കെ വരുമ്പോൾ ഇനിയുണ്ടല്ലോ നമുക്ക് അവസരങ്ങൾ. അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഇവിടെ സ്റ്റേജിൽ കാണിക്കണം കേട്ടോ. ഓക്കെ, ഞങ്ങൾ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുക. ഓക്കെ, ചെയ്യില്ലേ? ചെയ്യോ? ഉറപ്പല്ലേ? സെറ്റ്? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എനിക്ക് അടുത്ത റൗണ്ടിലേക്കുള്ള ഒരു പ്രോമിസ് കൂടി തരണം. സാറിൻ്റെ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ഒക്കെ പറഞ്ഞില്ലേ? തരുമോ? തരും. എന്താ നമ്മുടെ അടുത്ത റൗണ്ട്? ഡാൻസ് റൗണ്ടാണ്. ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണോ? ചെറുതായിട്ടാണോ ഇഷ്ടം, വലുതായിട്ട് ഇഷ്ടമാണോ? വലുതായിട്ട് ഇഷ്ടമാണല്ലേ. അപ്പൊ ഡാൻസ് അതുപോലെ വലുതായിരിക്കോ? ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാലോ? കണ്ടു കളയാം. ഓക്കെ. അപ്പൊ നമുക്ക് അന്നക്കുട്ടിയുടെ ഡാൻസ് കണ്ടിട്ട് തിരികെ എത്താം. D-I-S-C-O Disco 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 D-I-S-C-O Disco 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 സ്വർണ്ണത്താമരക്കിളിയേ തങ്കത്താഴികക്കൂടമേ ഉള്ളിൽ ആനന്ദത്തിൻ താളം കൊണ്ട് ഞാനെത്തുമ്പോൾ മുന്നിൽ സാരള്യത്തിൻ സാരം പോലെ നീ നിൽക്കുമ്പോൾ ഉള്ളിൽ ആനന്ദത്തിൻ താളം കൊണ്ട് ഞാനെത്തുമ്പോൾ മുന്നിൽ സാരള്യത്തിൻ സാരം പോലെ നീ നിൽക്കുമ്പോൾ നേരാൻ നന്മകൾ ജീവനിൽ Disco, 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 D-I-S-C-O D-I-S-C-O Disco, disco 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 സ്വർണ്ണത്താമരക്കിളിയേ തങ്കത്താഴികക്കൂടമേ ഉമ്മകളായിരം ഉമ്മകൾ നിനക്കായി നിൻ സമ്മാനം ഉമ്മകളായിരം ഉമ്മകൾ നിനക്കായി നിൻ സമ്മാനം അല്ലിപ്പൂനിൻ ചുണ്ടല്ലേ മുല്ലപ്പൂനിൻ പല്ലല്ലേ കായാമ്പൂനിൻ കണ്ണല്ലേ തുമ്പപ്പൂനിൻ ചിരിയല്ലേ നീയായി മഞ്ജുവാസന്തം ഒന്നല്ല രണ്ടല്ല എന്റെ കരളിൽ കോടിയിഴകൾ ആലോലം താലോലം പൊന്നിൻ നീഴയിൽ നാദമണികൾ വാക്കുകൾ മാലകൾ ഡിസ്കോ 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 D-I-S-C-O D-I-S-C-O ഡിസ്കോ ഡിസ്കോ Disco Disco സ്വർണ്ണത്താമരക്കിളിയേ തങ്കത്താഴികക്കൂടമേ പീലികളായിരം പീലികൾ നീട്ടുകയാണെൻ മാനസം പീലികളായിരം പീലികൾ നീട്ടുകയാണെൻ മാനസം തുള്ളിച്ചാടും മാനല്ലേ താഴമ്പൂനിൻ കയ്യല്ലേ എള്ളിൻ പൂനിൻ മൂക്കല്ലേ തേൻ തുള്ളി മൊഴിയല്ലേ. അന്ന ബേബി
ഉണ്ടായിരുന്നു ഡാൻസ്? നല്ലതായിരുന്നു. നല്ലതായിരുന്നല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഡാൻസ് കളിച്ചപ്പോൾ എന്ത് ഫീൽ ചെയ്തു? നല്ലത് തോന്നി. നല്ലത് തോന്നി. ജഡ്ജസിനൊക്കെ നല്ലത് തോന്നിയിരിക്കോ? ആ തോന്നിയിരിക്കും, ഉറപ്പാണല്ലേ? ഓക്കെ, അപ്പോ ഈ ഒരു ഡാൻസിന്റെ ഒപ്പം മോളുടെ ആക്ടിങ്ങും കൂടി അവരെ കാണിച്ചാലോ? എങ്ങനെയിരിക്കും? നല്ല രസമുണ്ടാവും. നല്ല രസമുണ്ടാവും. അത് എന്ത് റീലാ ചെയ്തിരിക്കുന്നത്? ചിരിപ്പിക്കുകയാണോ ഞങ്ങളെ, കരയിപ്പിക്കുകയാണോ ഞങ്ങളെ, എന്താ ചെയ്യിപ്പിക്കുന്നേ? ചിരിപ്പിക്കും. ആ ഓക്കെ, അപ്പോൾ അവരൊന്ന് റിലാക്സ് ആവട്ടെ അല്ലേ ജഡ്ജസ്? ഓക്കെ, അല്ലെങ്കിൽ മാർക്ക് ഇടുന്ന കാര്യത്തിൽ ഒരു ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കില്ലേ? ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് അന്നക്കുട്ടിയുടെ റീല് കാണാം. എന്താ ഞാൻ വേണമെങ്കിൽ എന്ത് പറ്റി? എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ UDC എന്ന് വിളിക്കല്ലെന്ന്? അത്രേ ഉള്ളൂ. എല്ലാവരും UDC അങ്ങനെയല്ലേ വിളിക്കുന്നത്? എല്ലാരെയും പോലാണോ ബാലേട്ടൻ? ഓക്കെ, മൈക്ക് തരാം, പക്ഷെ എനിക്ക് ആ സൈറ്റ് അടി ഒന്നുകൂടെ അവിടെ നോക്കിയിട്ടൊന്ന് അടിച്ചു കൊടുക്കും. അടിപൊളി, സൂപ്പർ ഒരു സൈറ്റ് അടിയായിരുന്നു കേട്ടോ. നമുക്ക് ആരോട് ചോദിക്കണം? നേരത്തെ ആരായിരുന്നു മോളുടെ കമൻറ്റ് പറഞ്ഞത്? സാറായിരുന്നു. അപ്പോൾ സാറിൻ്റെ ചാൻസ് പോയി, സൈറ്റ് കിട്ടാനുള്ള ആ ഒരു ചാൻസ് സാറിൻ്റെ പോയി. ബാക്കി ആരോടാ ചോദിക്കുക? നമുക്ക് ആൻമേരി മാമിന് ഒരു സൈറ്റ് അടി കൊടുത്താലോ? ഓക്കെ ഓക്കെ മാം, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ്? അന്നക്കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ നോട്ടം ഉണ്ടല്ലോ, ഇവിടെ അമ്മ ഇരിപ്പുണ്ടായിരുന്നു, ഇടയ്ക്ക് അങ്ങോട്ട് നോട്ടമൊക്കെ പോയി, അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ നേരെ നോക്കിയിട്ട് വേണം കളിക്കാൻ, മനസ്സിലായോ? ഐ കോണ്ടാക്റ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അഭിനയമൊക്കെ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് റീലൊക്കെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഡാൻസ് സ്റ്റെപ്പ് കുറച്ചുകൂടി എന്ത് ചെയ്യണമായിരുന്നു? കുറച്ചും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു അല്ലേ? അടുത്ത തവണ വരുമ്പോൾ എങ്ങനെയായിരിക്കും ചെയ്യുക? സൂപ്പർബായിട്ട് ചെയ്യും അല്ലേ? ഓക്കെ, പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്യില്ലേ? ഇനി അടുത്ത റൗണ്ട് എന്താ നമ്മുടെ? വെസ്റ്റേൺ റൗണ്ട് ആണ്. റെഡി ആണോ? സുന്ദരിയായിട്ട് വരുമോ? ഓക്കെ, ഞാൻ നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അന്നക്കുട്ടിയുടെ വെസ്റ്റേൺ റാമ്പ് കാണാം. ഓക്കെ, ഹന്ന ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. ഒരു പാർട്ടി വെയർ ലുക്കിലൊക്കെ ആണല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ Q&A ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, Q&A സെക്ഷനിൽ ചോദ്യം ചോദിക്കാൻ നമുക്ക് പൂജ മാമിലേക്ക് ചോദിക്കാം. ഹായ് ഹന്ന. ഹന്നയുടെ ലൈഫിൽ കുറേ പേരുണ്ടാകും അല്ലേ? ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും. അതിൽ ഹന്നയ്ക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തി ആരാണ് ആൻഡ് എന്തുകൊണ്ട്? പാപ്പ. എന്തുകൊണ്ട്? കുറേ സ്ഥലത്ത് കൊണ്ടുപോകും, എല്ലാ സാധനവും മേടിച്ചു തരും, അതുകൊണ്ടാണ് എനിക്ക് പപ്പേനെ ഇഷ്ടം. ഓക്കെ, സോ അച്ഛനാണ് ഹീറോ അല്ലേ? നൈസ്, അടിപൊളി. ആൻഡ് വോക്കൊക്കെ അടിപൊളിയായിരുന്നു. ഈ വെസ്റ്റേൺ ലുക്കിൽ നല്ല രസമുണ്ട് കാണാൻ. ആ കിരീടമൊക്കെ നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വട്ടം വാക്ക് ചെയ്തപ്പോൾ ഒത്തിരി ബെറ്ററായി. നല്ല ആ ഒരു കോൺഫിഡൻറ്റ് ലെവൽ ഫേസിൽ ഉണ്ടായിരുന്നു മോളുടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ അന്നക്കുട്ടി, അപ്പോൾ നല്ല കമൻസ് ഒക്കെ ലഭിച്ചല്ലേ? ഇവിടെ വന്നിട്ട് നന്നായിട്ട് മോഡലിംഗ് ഒക്കെ പഠിച്ചോ?
ഓക്കെ, മോഡലിംഗ് ട്രെയിനിങ് ലഭിച്ചു. പിന്നെ എന്തൊക്കെ ട്രെയിനിങ് ലഭിച്ചു? ഡാൻസിന് ട്രെയിനിങ് ലഭിച്ചു. അങ്ങനെ ഒരുപാട് റൗണ്ടുകൾക്കൊക്കെ ട്രെയിനിങ് ലഭിച്ചല്ലേ? ഇനിയിപ്പോൾ നാളെ വലുതാകുമ്പോൾ ആരാകും? മോഡലായിട്ട് മാറും അല്ലേ? അപ്പോൾ അതിനായിട്ട് ഇതൊരു ചവിട്ടുപടി ആവട്ടെ, ഒരു തുടക്കമാവട്ടെ, വലിയ മോഡലാവട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. പൊട്ടിച്ചിരികളും കലാപരിപാടികളും ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത മത്സരാർത്ഥി വരുന്നതിന് മുമ്പായി ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു അവർ പ്രോഗ്രാം ഇൻസ്പയർ സുന്ദരിക്കുട്ടി സീസൺ 5. നമ്മുടെ സുന്ദരിക്കുട്ടിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. സാൻവി രാജേഷ്. സാൻവിക്കുട്ടി, അച്ചടാ. സാൻവിക്കുട്ടി, സുഖാണോ സാൻവി? എന്ത് ഭംഗിയുള്ള ചിരിയാ സാൻവിയുടെ. നല്ല നുണക്കുഴിയൊക്കെയുള്ള. നുണ പറയാറുണ്ടോ? ഇല്ല അല്ലേ? എന്നാലും ചെറുതായിട്ടൊക്കെ നുണ പറയാറുണ്ട്. ആരോടാ കൂടുതൽ നുണ പറയാ? അച്ഛനോട്. ഓക്കെ, അതെന്താ അച്ഛനോട് നുണ പറയുന്നേ? അച്ഛൻ നുണ പറഞ്ഞാലും വിശ്വസിക്കും അല്ലേ? നുണയാണെന്ന് അച്ഛന് മനസ്സിലാവൂലേ? അപ്പോ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പറയൂ അല്ലേ? ഞാൻ നുണ പറഞ്ഞതാണ് അച്ഛാന്ന് പറയൂ അല്ലേ? ഓക്കെ. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ അച്ഛനും. ഓ, ചേച്ചിയുണ്ട്. ആഹാ, അപ്പൊ ചേച്ചി എന്ത് ചെയ്യാ? നേവിയിലാണ് ചേച്ചി. ചേച്ചി എന്താ പറഞ്ഞത്? ഇങ്ങനെ ഫാഷൻ ഷോയ്ക്ക് പോകുന്നു, സുന്ദരിക്കുട്ടിയിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി എന്ത് പറഞ്ഞു? നല്ല കോൺഫിഡൻസ് ആയിട്ട് എല്ലാം ചെയ്യുന്നു, എന്നിട്ട് ഒച്ചത്തിലൊക്കെ പറയണമെന്ന്. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഒച്ചത്തിലൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞല്ലേ? റെഡിയാണോ എന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ? ഓ, റെഡിയാണ്. ചിരിച്ചിട്ടൊക്കെ തന്നെ ജഡ്ജസിനെ ചിരിച്ച് മയക്കാനല്ലേ വന്നേക്കുന്നേ? മയക്കൂ? ഓ, മയക്കും. അപ്പൊ നമുക്കെന്നാ ആദ്യത്തെ റൗണ്ടിലേക്ക് പോയാലോ? ആദ്യത്തെ റൗണ്ട് എന്താ? റാംബോക്ക് റൗണ്ട് ആണ്. അപ്പൊ നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സുന്ദരിക്കുട്ടിയുടെ റാംബോക്ക് റൗണ്ട് കാണാം. ഹലോ സാൻവി, ഇത് ഭയങ്കര വലിയ മാലയൊക്കെയാണല്ലോ ഇട്ടേക്കുന്നേ. കഴുത്ത് വേനിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? ഭയങ്കര കംഫർട്ടബിൾ ആണോ? സുന്ദരിയായിട്ടൊക്കെ ഫീൽ ചെയ്തോ ഇതിട്ട് കഴിഞ്ഞപ്പോ? ഇതിൽ ഏത് മാലയാ കൂടുതൽ ഇഷ്ടമായത്? വലുതാണോ ചെറുതാണോ? വലുതാണ് ഇഷ്ടമായത് അല്ലേ? ഓക്കെ, ഞങ്ങൾക്ക് പക്ഷെ മൊത്തത്തിൽ സാൻവിനെ മുഴുവനായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ സാൻവിക്കുട്ടി, നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ റെഡിയാണോ? നമുക്ക് ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് കേൾപ്പിക്കാൻ റെഡിയാണോ? റെഡിയാണല്ലേ? എന്നാൽ നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞാലോ? ഓക്കെ, അപ്പൊ നമുക്ക് സാൻവിക്കുട്ടിയുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേൾക്കാം. സാമൂതിരിയായ പുതിയാപ്പേന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ പേര് സാൻവി രാജേഷ്. എൻ്റെ അമ്മേൻ്റെ പേര് സൗമ്യ. എൻ്റെ അച്ഛൻ്റെ പേര് രാജേഷ്. എൻ്റെ ചേച്ചീൻ്റെ പേര് പ്രാർത്ഥന. എൻ്റെ ചേച്ചി ഒരു നേവിയാണ്. എൻ്റെ അച്ഛൻ ബിസിനസ്സാണ്. എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്. എനിക്ക് വലുതാവുമ്പോൾ ഒരു വലിയ മിലിറ്ററി ഓഫീസർ ആവണമെന്നാണ് ആഗ്രഹം. എനിക്ക് ഡാൻസ്, പാട്ട് ഇതെല്ലാം ഇഷ്ടമാണ്. ബായ്. ഓക്കെ, ഓ ബായ്. സെൽഫ് ഇൻട്രൊഡക്ഷനും കഴിഞ്ഞു ടാറ്റയും പറഞ്ഞിട്ട് പോവാണോ? ബാക്കിയുള്ള റൗണ്ട് നമുക്ക് ചെയ്യണോ അല്ലേ? ആദ്യം അതിനു മുമ്പ് നമുക്ക് ആരുടെ കമന്റ് കേൾക്കണം? അവിടെ ജഡ്ജസിന്റെ കമന്റ് കേൾക്കണം. കേൾക്കാൻ റെഡിയാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻമരിയ മാമിന്റെ അടുത്ത് ചോദിച്ചാലോ? ഓക്കെ, ആൻമരിയ മാം, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞി സാൻവിയുടെ പെർഫോമൻസ്? അയ്യോ, എന്തൊരു ക്യൂട്ടാ. നല്ല ചിരി, നല്ലൊരു ക്യൂട്ട്നെസ്, സംസാരമാണെങ്കിലും നന്നായിട്ട് മലയാളം പറയുന്നുണ്ട്.
നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, മലയാളത്തിലായിരുന്നു. അതുപോലെ കോസ്റ്റ്യൂമൊക്കെ എന്ത് രസമാണെന്നറിയോ. ഇതാരാ ഇത്രയും വലിയ കമ്മലൊക്കെ മേടിച്ചു തന്നെ? അമ്മ. അമ്മയാണോ? സാൻവിയുടെ എന്തെങ്കിലും സെലക്ഷൻ ഉണ്ടോ അതിനകത്ത്? എൻ്റെ സെലക്ഷൻ ഇഷ്ടമുള്ളപ്പോൾ ഞാൻ ഇതാക്കും, അല്ലെങ്കിൽ ഫുൾ അമ്മയാണ്. ആണോ? ഇഷ്ടമുള്ളതൊക്കെ സാൻവി വാങ്ങിക്കാറുണ്ടോ? പക്ഷെ ഇതെല്ലാം നല്ല സൂപ്പറായിരുന്നു, എന്ത് രസമായിരുന്നു. അതുപോലെ ആ കുണുങ്ങിയുള്ള നടത്തമൊക്കെ എന്ത് രസമായിരുന്നു എന്നറിയോ. ഇതുപോലെ തന്നെ മുന്നോട്ട് പെർഫോം ചെയ്യണം കേട്ടോ. ഡാൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യണം കേട്ടോ. ഫൈനലിൽ എത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നല്ലോണം ചിരിച്ച്. അതെ, ഈ ചിരി ഇങ്ങനെ ഫുൾ ഫൈനൽ വരെ ഉണ്ടാവണം. നല്ല ചിരിയാട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. സാൻവിക്കുട്ടി, അവിടെ നിന്ന് ആൻമരിയ മാം ഒരു ഉമ്മയൊക്കെ തന്നല്ലേ? സാൻവിക്കുട്ടിയുടെ വീട്ടിൽ ബിസിനസ് ഉണ്ട്, പിന്നെ ആരാ, ടീച്ചറുണ്ട്, നേവി ഉണ്ട്, ഒന്ന് ഭയങ്കര എല്ലാ തലത്തിൽ നിന്നുള്ള ആളുകളും ഉണ്ടല്ലേ. സാൻവിക്കുട്ടിക്ക് എന്നിട്ട് എന്താ ചേച്ചിയുടെ പോലെ ആവാൻ ആഗ്രഹം? എനിക്ക് എൻ്റെ രാജ്യത്തിനെ രക്ഷിക്കണം. ഓ, രാജ്യത്തിനെ രക്ഷിക്കാൻ പോകുന്ന ആളാണോ? ഓക്കെ, അടിപൊളി. അപ്പോൾ ചേച്ചീനെ പോലെ ചേച്ചി അതൊക്കെ പറയാറുണ്ടോ വീട്ടിൽ വന്നിട്ട്? ഓ, അതൊക്കെ കേട്ടിട്ടാണല്ലേ അങ്ങനെ ചെയ്യാൻ ആഗ്രഹം തോന്നിയേ. ഓക്കെ, അപ്പോൾ എന്തായാലും വലിയ നേവി ഓഫീസറൊക്കെ ആവട്ടെ കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നേവി ഓഫീസർ അടുത്ത റൗണ്ടിൽ എന്താ ചെയ്യണ്ടേ? ഡാൻസ്. ഡാൻസ് ചെയ്യണം. ഡാൻസ് ചെയ്യാൻ റെഡിയാണോ? യെസ്. സുന്ദരിക്കുട്ടി വിന്നർ ആവാൻ റെഡിയാണോ? ഓ, അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് സാൻവിക്കുട്ടിയുടെ ഡാൻസ് റൗണ്ട് കാണാം. എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ ശിവതാണ്ഡവത്തിൻ്റെ ഒരു ഭീകരതയും ഭക്തിയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഡാൻസ് ആയിരുന്നല്ലേ? നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണല്ലേ പഠിച്ചത്? ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയായിട്ടൊരു ഡാൻസ് ചെയ്തപ്പോൾ നല്ല ഭംഗിയായിട്ട് ആക്ടിങ്ങും കൂടി ചെയ്യുമെന്നൊരാഗ്രഹം കാണാൻ. എങ്ങനെയുണ്ടാവും? കാണാം അല്ലേ നമുക്കൊന്ന്? ഓക്കെ, അപ്പം നമുക്ക് സാൻവിയുടെ റീൽസ് റൗണ്ടിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, എങ്ങോട്ട് പോന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പൊ എന്നെ കാണും. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പെണ്ണ അറിയത്തില്ലേ?
എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവനുമായിട്ട് നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചത് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറങ്ങി തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാവരും കെട്ടല്ലേ? നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പാമ്പും പോലാണല്ലോ. നീ എന്താ രമേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? നോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മുഖത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ഏ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. ഓക്കേ സാൻവിക്കുട്ടി, എന്തോ ഉർവിശ്രീ ചേച്ചി അങ്ങ് അഭിനയിച്ച് മറക്കാൻ പറ്റാതെ ആക്കിയ ഒരു കഥാപാത്രത്തിന് എടുത്ത് അങ്ങ് അഭിനയിച്ചല്ലേ? ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് കമന്റ് ചോദിക്കാം. ഓക്കെ, ആരോടാ ചോദിക്കണ്ടേ? നമുക്ക് പൂജ മാമിനോട് ചോദിക്കാം അല്ലേ? പൂജ മാം, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ ശിവതാണ്ഡവം ഒന്നും പറയാനില്ല. താങ്ക് യു മാം. യു മെയ്ഡ് മീ സ്പീച്ച്ലെസ്. എന്നെ മാത്രമല്ല, ഞങ്ങളെല്ലാവരും അസാധ്യമായിട്ടുണ്ടായിരുന്നു ആ എക്സ്പ്രഷൻസ് ഒക്കെ. ഓ മൈ ഗോഡ്, ശരിക്കും ശിവൻ വന്ന പോലെ ഉണ്ടായിരുന്നു. അത്രയും നല്ല അഴകായിട്ടുണ്ടായിരുന്നു. പിന്നെ ആക്ടിങ് നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും ആ ഒരു ക്യൂട്ട്നെസ്സും ആ ഒരു എന്താ പറയുക ഫൺ, ആ ഒരു ഹ്യൂമർ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. യു ആർ ഫിറ്റ് ഫോർ എവറിത്തിങ് ഐ ഗെസ്. നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, നല്ല കമന്റ് കിട്ടിയല്ലേ? ആരുടെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടം വലുതാവുമ്പോ? എനിക്കെന്റെ ചേച്ചിന്റെ കൂടെ. ആരുടെ കൂടെ? ചേച്ചിന്റെ കൂടെ. ഏത് ചേച്ചിയുടെ കൂടെ? എന്റെ സ്വന്തം ചേച്ചിന്റെ. സ്വന്തം ചേച്ചിയുടെ കൂടെ ചേച്ചി അഭിനയിക്കോ? ഓ, സ്വന്തം ചേച്ചി. അപ്പൊ നേവിയിലുള്ള ചേച്ചി അഭിനയിക്കുകയും ചെയ്യും. ആഹാ, അപ്പൊ ആ ചേച്ചിയുടെ അഭിനയം നമുക്ക് ഒരു ദിവസം കാണാം അല്ലേ? ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? എന്താ നമ്മുടെ അടുത്ത റൗണ്ട്? വെസ്റ്റേൺ റൗണ്ട് ആണ്. അപ്പൊ നമുക്ക് കൊച്ചു സാൻവിയുടെ വലിയ വെസ്റ്റേൺ റൗണ്ടുമായിട്ട് വരാം. എനിക്ക് സാൻവിയുടെ ലുക്കിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? സാൻവിയുടെ ബാഗ്. വലിയൊരു ബാഗൊക്കെ ഇട്ടിട്ട് ആള് വന്നേക്കുന്നത്. ഓക്കെ, ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ വോക്ക് ചെയ്യാനൊക്കെയാണല്ലേ പോയത്. നന്നായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ഓ, ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ നമുക്ക് Q&A സെക്ഷനിലേക്ക് പോയാലോ? ആരോട് ചോദ്യം ചോദിക്കാം? സലാം ബാബു സാറിനോട് ചോദിക്കാം അല്ലേ? ഒന്ന് ചോദിച്ചേ. എനിക്കൊരു ചോദ്യം തരാമോ എന്ന് ചോദിച്ചു. എനിക്കൊരു ചോദ്യം തരാമോ? പിന്നെ മോളോടല്ലാതെ പിന്നെ ആരോടാ ചോദിക്കുക? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോളല്ലേ അല്ലേ? എനിക്കിഷ്ടമായിട്ടോ. മോളുടെ ചേച്ചി നേവിയിലാന്നല്ലേ പറഞ്ഞേ? മോളോട് പറഞ്ഞു മോൾക്കൊരു മിലിറ്ററി ഓഫീസർ ആവണമെന്നല്ലേ? അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേ? അതെന്തുകൊണ്ടാണ് മോൾക്ക് അങ്ങനെ ഒരു? എനിക്ക് നാടിനെയും മാതാപിതാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ നാട് അപകടത്തിലാണോ ഇപ്പോ? രക്ഷപ്പെടുത്താൻ ആണോ? എവിടെന്ന് രക്ഷപ്പെടുത്താനാണ്? എവിടെന്ന് രക്ഷിക്കാനാണ് മോളുടെ ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല അല്ലേ? നാടിന് നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണം അല്ലേ? അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധത്തിലെ പടയാളിയായിട്ട് പോകും അല്ലേ? മിലിറ്ററി ഓഫീസറായിട്ട് പോകും, അല്ലെങ്കിൽ വലിയ പോസ്റ്റിലെത്തിയിട്ട് യുദ്ധത്തെ നയിക്കും അല്ലേ? ശത്രുക്കളിൽ നിന്നല്ലേ രക്ഷപ്പെടുത്തേണ്ടത്? അകത്തുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള ശത്രുക്കളിൽ നിന്ന് അല്ലേ? ഓക്കെ, അപ്പോൾ രാജ്യത്തെ എല്ലാ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു നല്ല മിലിറ്ററി ഓഫീസർ ആവട്ടെ കേട്ടോ. ഓക്കെ, എനിക്കിഷ്ടമായി ആൻസർ, എനിക്കിഷ്ടമായി. അതുപോലെ തന്നെ മോളുടെ എല്ലാ പെർഫോമൻസുകളും എനിക്കിഷ്ടമായി. അവസാനത്തെ വെസ്റ്റേൺ റൗണ്ടിലെ വാക്കൊക്കെ നന്നായിരുന്നു. വളരെ ഞങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ് മോളൊക്കെ കണ്ടതിലും പരിചയപ്പെട്ടതിലൊക്കെ. ഞങ്ങൾ കണ്ടതിൽ ഹാപ്പിയാണോ മോള്? ഞങ്ങൾ ഇഷ്ടമായോ? ഓക്കെ, സന്തോഷമുണ്ട് കേട്ടോ. ഇനി നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ.
അപ്പൊ സാൻവിക്കുട്ടി നമ്മുടെ 6 റൗണ്ടുകളും കഴിഞ്ഞു അല്ലേ? അപ്പോൾ നന്നായിട്ടൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുമോ നമുക്ക്? പെർഫോം ചെയ്തതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ ഇനിയും ഈ ഒരു പ്രൊഫഷനിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പഠിക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. നമുക്ക് എടുത്താലോ ഒരു ചെറിയ ബ്രേക്ക്? കളിച്ചിരികളുമായി നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുന്നു. ഇത് നിങ്ങളുടെ പ്രോഗ്രാം സുന്ദരിക്കുട്ടി സീസൺ 5. ഇൻസ്പയർ സുന്ദരിക്കുട്ടി സീസൺ 5-ൽ അടുത്തതായി പ്രേക്ഷകരുടെ മനം കവരാനായി എത്തുന്ന മത്സരാർത്ഥി അങ്കമാലിയിൽ നിന്നാണ്. നമുക്ക് ആ കൊച്ചുമിടുക്കിയെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. നമ്മളുടെ വൈഗ വൈശാഖ്. വൈഗക്കുട്ടി, ഓക്കെ. വൈഗക്കുട്ടി സുഖമാണോ? അങ്കമാലിക്കാർക്കൊക്കെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? അങ്കമാലിക്കാർക്കൊക്കെ സുഖമാണോ? സുഖമാണ്. ഓക്കെ, അങ്കമാലിയിൽ എന്താ കാണാനുള്ളത് കൂടുതലും? കുറേ കാഴ്ചകൾ കാണാനുണ്ടല്ലേ? എന്താ അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച എന്താണെന്നൊന്ന് പറയാവോ? ചെടികളൊക്കെ ഉണ്ട് അവിടെ നിന്ന് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ സുന്ദരിക്കുട്ടിയിൽ വന്നിട്ട് ഇവിടെയുള്ള എല്ലാവരെയും ഇഷ്ടപ്പെട്ടിരുന്നോ? പ്രാക്ടീസ് ടൈമിലൊക്കെ ഒരുപാട് കൂട്ടുകാരെയൊക്കെ കിട്ടിയല്ലേ? ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നടക്കുന്നത് ഇവിടെ കണ്ടിരുന്നു. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരി ആരാ? ദിൽനേനെയാണ് ഇഷ്ടപ്പെട്ടതല്ലേ? ഓക്കെ, ദിൽനക്കുട്ടീനെ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ? എല്ലാവരും ഇഷ്ടപ്പെട്ടു. എന്തായിരുന്നു ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തത്? നല്ലതാണ്. എല്ലാവരും ഭയങ്കര സ്നേഹത്തോടു കൂടി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഫീൽ ചെയ്തല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ വന്നത് എന്തിനാ യഥാർത്ഥത്തില്? മത്സരിക്കാനായിട്ടാണല്ലേ വന്നേ? അല്ലേ? എങ്ങനെയാ മത്സരിക്കാൻ പോകുന്നേ? എനർജറ്റിക് ആയിട്ട് മത്സരിക്കും. പിന്നെ ഫസ്റ്റ് മേടിക്കോ? ഫസ്റ്റ് മേടിക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് ഫസ്റ്റ് മേടിക്കാൻ പറ്റുന്ന റൗണ്ട് ആണോ? ഓക്കെ, ആദ്യത്തെ റൗണ്ട് എന്താ? റാംബോക്ക് റൗണ്ട്. അപ്പോൾ ട്രഡീഷണൽ റാംബോക്കിന് റെഡി ആയിട്ട് നിൽക്കുക അല്ലേ? അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ആയിട്ടുള്ള ട്രഡീഷണൽ റാംബോക്കിലേക്ക് പോവാം. ഓക്കെ, വൈകുട്ടി നല്ല ഭംഗിയുള്ളൊരു വോക്കായിരുന്നു. താങ്ക് യു. അതിലുപരി നല്ല ക്യൂട്ട് സ്മൈലാണ്. ആ സ്മൈലിലാണ് വീണു പോകുന്നത്. ഇനിയിപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഈ സ്മൈൽ ഉണ്ടാവോ? ഉണ്ടാവോ? ഉറപ്പാണേ? ഞാനിപ്പോൾ പറയിപ്പിക്കും. റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈകിയുടെ സെക്കൻഡ് സെഗ്മെന്റ് ആയിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ കേൾക്കാം. പറഞ്ഞോളൂ. ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യം നേടുന്നവരെ പ്രയത്നിക്കുക. ഞാൻ വൈഗ വൈശാഖ്. ഞാൻ വരുന്നത് അങ്കമാലിയിൽ നിന്നാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ കൂടാതെ ഗ്രാൻഡ് പാരൻസുമുണ്ട്. എൻ്റെ അച്ഛൻ്റെ പേര് വൈശാഖ്, എൻ്റെ അമ്മയുടെ പേര് അനഘ, എൻ്റെ അനിയൻ്റെ പേര് അന്നീൽ വൈശാഖ്. എൻ്റെ അച്ഛൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ അമ്മ ഒരു വീട്ടമ്മയാണ്. ഞാൻ പഠിക്കുന്നത് വിശ്വതി സീമ പബ്ലിക് സ്കൂൾ 3rd സ്റ്റാൻഡേർഡിലാണ്. എനിക്ക് മോളിങ്ങിന് പുറമെ ഡാൻസിങ്ങും ഡ്രോയിങ്ങും ആക്ടിങ്ങും വളരെ ഇഷ്ടമാണ്. ഞാൻ പഠിച്ചു വലുതാവുമ്പോൾ അബ്ദുൽ കലാമിനെ പോലെ ഒരു സയൻറ്റിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം. ഈ വർഷത്തെ സുന്ദരിക്കുട്ടി സീസൺ 5 മത്സരത്തിൽ പങ്കെടുക്കാനായി അവസരം തന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ, അപ്പോൾ നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷനും അല്ലേ പറഞ്ഞു. ഇഷ്ടപ്പെട്ടോ സെൽഫ് ഇൻട്രൊഡക്ഷനും റാംബോക്കൊക്കെ? പേഴ്സണലി മോൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിനി കമൻറ്റ് ചോദിക്കാം അല്ലേ? ആരോടാ കമൻറ്റ് ചോദിക്കുക? സലാം ബാപ്പു സാറിനോട് ചോദിക്കാം. ഓക്കെ, എന്ത് പറയുന്നു? ഓക്കെ, സലാം ബാപ്പു സാർ, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ്? വൈകിക്കുട്ടി, വൈകിനെ ബാക്കി വീട്ടിൽ വേറെ പേരെന്തെങ്കിലും വിളിക്കാറുണ്ടോ? ഇല്ല. വൈകിയാന്ന് തന്നെ വിളിക്കാറുള്ളൂ? എല്ലാവരും വൈകിയാന്ന് വിളിക്കാറുള്ളൂ? അമ്മൂമ്മ എന്താ വിളിക്കുക? വൈഗക്കുട്ടി എന്ന് വിളിക്കും അല്ലേ? ഓക്കെ,
കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട് കേട്ടോ. ഇതാരാ ഡിസൈൻ ചെയ്ത്? അമ്മ. അമ്മ. അമ്മ നല്ല ഡിസൈനറാണോ അതോ പുറത്ത് കൊടുത്ത് ഡിസൈൻ ചെയ്യിച്ചാണോ? പുറത്ത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഡാൻസറാണ് അല്ലേ? ഞങ്ങൾ ഡാൻസ് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. ഈ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്, ഡാൻസിന് അറിയാവുന്നൊരു കുട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങൾ നന്നായി പെർഫോം ചെയ്യണം കേട്ടോ. പിന്നെ വാക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് എന്താ പറയുക, നന്നായിരുന്നു. പക്ഷെ ചെറിയൊരു പേടിയോ ഉണ്ടോ? പേടിയുണ്ടോ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ? ചെറുതായിട്ടുണ്ടായിരുന്നല്ലോ ഫേസിൽ, ഉണ്ടായിരുന്നു അല്ലേ? എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്കിലും ഓക്കെ ആയിരുന്നു കേട്ടോ. ഇനി അടുത്തൊരു സ്റ്റെപ്പുകളിലൊക്കെ നമുക്ക് അടുത്ത റൗണ്ട്സിലൊക്കെ നന്നായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് മോളെ. ഓക്കെ സനിക്കുട്ടി, ചെറിയൊരു പേടി സ്റ്റാർട്ട് ആയതുകൊണ്ട്, ആദ്യത്തെ റൗണ്ട് ആയതുകൊണ്ടായിരുന്നിരിക്കും അല്ലേ ഒരു ചെറിയ പേടി ഫീൽ ചെയ്തത്? ആണോ? ഓക്കെ, ഇപ്പം ഇനി പേടി പോയില്ലേ? സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, റാമ്പ് വോക്ക് ചെയ്തു, ഇപ്പം പേടി പോയി. ഇനിയിപ്പോൾ അടുത്ത റൗണ്ട് തകർക്കുമോ? യെസ്. ഓക്കെ, അപ്പോൾ സാറ് വെയിറ്റ് ചെയ്യാണ്, ഞാനും വെയിറ്റ് ചെയ്യാണ്, എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വൈകക്കുട്ടിയുടെ ഒരു ഗംഭീര ഡാൻസ് കണ്ടിട്ട് തിരികെ എത്താം. പുത്തിരി കത്തിച്ച കൽവിലെ തേനൊലിക്കണ രാവ്, രാവിന്റെ ചോട്ടിലെ മുത്തഴകത്തൊരു മാല ചുടണ റോള്, മാരന്റെ കൽവിലെ ആനന്ദം മുത്തുന്ന ചെഞ്ചേറും മുഞ്ചുള്ള നാള്, ഓളുന്ന പത്തക്ക് താവിന്റെ ചോട്ടില് ഓനെഴുതുന്നൊരു രാവ്. തങ്കത്തിലാവല്ലേ കാണോത്ത് രാവല്ലേ, മലർമാല ചൂടുന്ന മുഞ്ചുള്ള നാളല്ലേ, മാരന്റെ കൽവില് പെയ്യുന്ന മയല്ലേ, മുഞ്ചേറും ചേലുള്ള സൽക്കാര രാവല്ലേ. ഒഴുകിക്കോളി അലങ്കാരത്തിൽ ആടിക്കോളി, മഞ്ഞച്ചിട്ട് ചോപ്പിച്ചിട്ട് കൽവിൻ്റുള്ളം വെപ്പിച്ചോളി. കടമിഴിയിൽ കമലദളം, കവിളിണയിൽ സിന്ദൂരം, നടന്നാൽ പുലരിമഴ, പൂഞ്ചൊടിയിൽ പുന്നാരം. കടമിഴിയിൽ കമലദളം, കവിളിണയിൽ സിന്ദൂരം, നടന്നാൽ പുലരിമഴ, പൂഞ്ചൊടിയിൽ പുന്നാരം. കമ്മലിടും കൂട്ടാരങ്ങൾ സഖിമാരാ എന്നോട് തകഞ്ഞു നിന്നു. കമലദളം, കടമിഴിയിൽ കമലദളം, കവിളിണയിൽ സിന്ദൂരം, നടന്നാൽ പുലരിമഴ, പൂഞ്ചൊടിയിൽ പുന്നാരം. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടടാ, ചങ്ങാതി നീയാണിൽ കല്യാണം വേണ്ടടാ. കണ്ണ് കരളെ കലമാൻ മിഴിയെ, വെറുതെ വന്നരികിൽ നിന്നിനിയും കൊഞ്ചാതെ മതിയാവോളം പറയാനില്ലേ, പതിയെ പതിയെ പലതും. ഓക്കെ, എത്ര ഡാൻസ് കളിച്ചിരുന്നു? എത്ര പാട്ടുണ്ടായിരുന്നു ഡാൻസിൽ? 3 പാട്ടുള്ള ഡാൻസ് ആണല്ലേ കളിച്ചേ? നല്ല അടിപൊളിയായിട്ട് എല്ലാ തരത്തിലുള്ള ഡാൻസുകളും മിക്സ് ചെയ്തിട്ടാണല്ലേ കളിച്ചത്? നന്നായിട്ടുണ്ടായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ഇങ്ങനെ കിലുങ്ങാമണി ഇരുന്ന് കിലുങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത റൗണ്ട് എന്തായിരുന്നു? വെസ്റ്റേൺ റൗണ്ട് ആണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ആക്ടിങ് കാണിക്കണ്ടേ ജഡ്ജസിനെ? യെസ്. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അഭിനയം ഒന്ന് കണ്ടാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് വയ്യക്കുട്ടിയുടെ അഭിനയം കാണാം. പിന്നീടാണ് നവരസങ്ങളിലേക്ക് കടക്കുക. കഠിനമായ പഠനമാണത്. വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്.
ഓക്കെ വൈക. ആ 4 രസങ്ങൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഓക്കെ, ജഡ്ജസ് ഒക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. നമുക്ക് കമന്റ് ചോദിക്കാം. യെസ്. ഓക്കെ, സലാം പാപ്പുസ്. വൈകുകുട്ടി ആ കൊള്ളാം. ഡാൻസ്, ആ ചൈൻ സോങ്സ് ഒക്കെ നന്നായിരുന്നു. സോങ് സെലക്ഷൻ നല്ലതായിരുന്നു. അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോങ്സ് ആയിരുന്നു. എല്ലാം നന്നായിട്ട് ചെയ്തു. പിന്നെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എഴുകി ചെയ്താൽ നന്നാവുമായിരുന്നു. കുറച്ചും കൂടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ആക്കാമായിരുന്നു തോന്നിയിട്ടില്ലേ? കുറച്ച് സമയം കിട്ടിയുള്ളൂ അല്ലേ പഠിക്കാൻ? അതെ. എങ്കിലും ഒന്നും കൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ ചെയ്തത് ഞങ്ങൾ ഹാപ്പിയാണ്. ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നു, അതാണ് പ്രശ്നം. ചിലരെ കണ്ടാൽ നമുക്ക് ഇഷ്ടമായി തോന്നിയാൽ അവരിന്ന് കൂടുതൽ കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹിക്കില്ലേ? അപ്പം അതുപോലെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്പിളിച്ചേട്ടൻ ഉദയനാണ് താരം എന്ന സിനിമയിൽ ചെയ്ത വേഷമാണ്. അമ്പിളിച്ചേട്ടൻ ജഗതി ശ്രീകുമാർ, മനോഹരമായിട്ടുള്ള വേഷമാണ്. ഏറ്റവും നല്ലൊരു ഹിറ്റ് സീൻ എന്ന് പറയുന്ന, കാരണം വേറെ ആർക്കും അതുപോലെ ചെയ്യാൻ പറ്റാത്ത വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സീനാണ് മോളെടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ ഭാവങ്ങളും കാണിക്കണം, അല്ലാതെ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ളൊരു 4 രസങ്ങളും കൂടെ കാണിക്കണം അല്ലേ? അമ്പിളിച്ചേട്ടൻ്റെ അല്ലെങ്കിൽ ജഗതി ശ്രീകുമാറിൻ്റെ രസങ്ങൾ വേറെ, മോളുടെ രസം വേറെ അല്ലേ? മോളുടേതായിട്ട് ഇത് മോള് തന്നെ ക്രിയേറ്റ് ചെയ്ത രസങ്ങളായിരുന്നു 4. നല്ലതായിരുന്നു കേട്ടോ, നന്നായി ചെയ്തു. ഞങ്ങൾ ശരിക്കും ചിരിച്ചു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി അടുത്ത റൗണ്ടുകളിലെല്ലാം വളരെ നന്നായിട്ട് കൂടുതൽ മികവോടുകൂടി വരണം കേട്ടോ. ഫസ്റ്റ് ചെയ്തതിൽ നിന്നും ഇതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട് മോള്. ആ ഒരു ആർട്ടിസ്റ്റിന് എപ്പോഴും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോസ്റ്റ്യൂം അണിയുമ്പോഴും വേറെ വേറെ രൂപങ്ങളിലേക്ക് മാറുക എന്നുള്ളതാണ്. അത് മോള് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നല്ല കമൻസ് ഒക്കെ പറഞ്ഞു. അമ്പിളിച്ചേട്ടൻ്റെ ആ സീനൊക്കെ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. സാറ് പറഞ്ഞ പോലെ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആയിരുന്നു അല്ലേ അവസാനം വന്നത്, നവരസങ്ങളിൽ കഴിഞ്ഞിട്ടുള്ളത്. അത് നന്നായിട്ട് ചെയ്തു. നല്ല കോസ്റ്റ്യൂം ആയിരുന്നു. എന്തുകൊണ്ടും നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത റൗണ്ട് വെസ്റ്റേൺ റൗണ്ട് ആണ്. സ്റ്റൈലിഷ് ലുക്കിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാലോ? യെസ്. ഓക്കെ, അപ്പം നമുക്ക് വൈകക്കുട്ടിയുടെ ആ ഒരു സ്റ്റൈലിഷ് ലുക്ക് കാണാം. വൈക, യെസ്, ഒരു നല്ല ഭംഗിയുള്ള ഒരു കുട്ടി ഗൗണിലൊക്കെയാണല്ലേ വന്നേക്കുന്നത്, ഒരു ചെറിയ പ്രിൻസസിനെ പോലെ. ഓക്കെ, നല്ല ഭംഗിയാണ്. ഇതിലും ചിരി കാണാനാണ് ഏറ്റവും ക്യൂട്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ Q&A സെക്ഷനിലേക്ക് പോയാലോ? യെസ്. റെഡിയാണോ? റെഡി. ആരോടാ നമ്മളിപ്പോൾ ചോദ്യം ചോദിക്കുക? ഏകദേശം ഈ ഒരു ഡ്രസ്സിന് സിമിലർ ഡ്രസ് ഇട്ട് നടക്കുന്ന അവിടെ ആരാ ഉള്ളേ? ആ ജഡ്ജിനോട് ചോദിച്ചാലോ നമുക്ക്? ആരാ അത്? ആൻ മരിയ മാം. മാമിനോട് ചോദിക്കാം. ഓക്കെ മാം, ചോദ്യം ചോദിക്കാമോ? ഹായ് വൈകക്കുട്ടി. ഹായ് മാം. മോളുടെ സ്കൂളിൽ മോള് പ്രിൻസിപ്പളായി വന്നാൽ മോൾ എന്തൊക്കെ ചെയ്യും? ഞാൻ കുട്ടികളെ മിടുക്കനും മിടുക്കി ആക്കാൻ ശ്രമിക്കും. ഗുഡ്. മോളുടെ ഫ്രോക്ക് നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. ശരിക്കും ചേച്ചി പറഞ്ഞ പോലെ തന്നെ ശരിക്കൊരു ലിറ്റിൽ പ്രിൻസസിനെ പോലെയുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ആ വർക്കിൽ നിന്നും ഇപ്പോൾ വെസ്റ്റേൺ വർക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. ഓക്കെ വൈകക്കുട്ടി. ഓ വൈകക്കുട്ടി ഇവിടെ വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ? ഒരുപാട് ട്രെയിനിങ്ങുകളൊക്കെ എടുത്തു. അപ്പോൾ മോഡലിംഗ് ഇഷ്ടമായോ? ഈ മേഖല ഇഷ്ടമായോ? ഓക്കെ 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 ആണ്. ആദ്യത്തെ വേദിയല്ലേ ഇത് മോഡലിംഗിന്റെ? ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി തുടങ്ങുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കാനുണ്ട്. ഒരുപാട് പട്ടങ്ങളൊക്കെ മേടിക്കാനുണ്ട്. മേടിക്കില്ലേ? യെസ്. ഓക്കെ, ഒപ്പം ഈ ചിരി കളയരുത്. നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ചിരിയാണ്, അപ്പോൾ അത് കളയരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കുട്ടിപ്പട്ടാളത്തിന്റെ ഈ മാസ്മരിക പ്രകടനം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത സുന്ദരിക്കുട്ടി എത്തുന്നതിന് മുമ്പായി ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു അവർ പ്രോഗ്രാം ഇൻസ്പയർ സുന്ദരിക്കുട്ടി സീസൺ 5. കേരളത്തിൻ്റെ ഫാഷൻ ട്രെൻഡുകൾക്കനുസരിച്ച് നമ്മുടെ സുന്ദരിക്കുട്ടികളും മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ അടുത്ത മത്സരാർത്ഥി എത്തുന്നത് കൊല്ലം കുണ്ടറയിൽ നിന്നാണ്. നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി ആ ട്രെൻഡി ആയിട്ടുള്ള സുന്ദരിക്കുട്ടിയെ സ്വാഗതം ചെയ്യാം. അഥർവ ജയേഷ്. അഥർവ കുട്ടി. ഹായ് അഥർവ കുട്ടി. ഹായ്. സുഖാണോ? സുഖ. ഒരു എന്താ പറയുക, ട്രഡീഷണലിൽ അല്പം വെസ്റ്റേൺ ഒക്കെ ചാലിച്ച് അല്ലേ, നല്ല ഭംഗിയായിട്ടൊരു സുന്ദരിയായിട്ടാണല്ലേ വന്നത്? ഓക്കെ. കൊല്ലത്ത് നിന്നാണ് വരുന്നത്. കൊല്ലത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ടോ കാണാനായിട്ട്? ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ എന്ത് കാണാനാണ്, എവിടെ പോകാൻ ഏറ്റവും ഇഷ്ടം? കൊല്ലം പാർക്കിൽ പോകാനാണ്. കൊല്ലം പാർക്കിൽ പോകാനാണ് ഇഷ്ടം. അതെന്തുകൊണ്ടാ? അവിടെ കുറേ റൈഡൊക്കെ ഉണ്ട്, അപ്പം അതിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റൈഡ് ഏതാന്ന് പറയാമോ അവിടുത്തെ? അവിടെ തുള്ളിച്ചാടി കളിക്കുന്ന അങ്ങനത്തെ ഒരു റൈഡ് ഉണ്ട്, അതിൽ ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കുന്ന. ഓക്കെ, അതിൽ പോകാനാണ് ഇഷ്ടം. അപ്പം അതിന് വീഴത്തൊക്കെ ഇല്ലേ? ഇടയ്ക്കൊക്കെ, എന്നാലും കുഴപ്പമില്ലല്ലേ? എന്നാലും അതാണ് ഇഷ്ടം. ഓക്കെ. ഇവിടെ വന്നിട്ട് ഏത് റൗണ്ട് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം? റാം വോക്ക് ചെയ്യാനാണ് ഇഷ്ടം. അടുത്തത് റാം വോക്ക് റൗണ്ട്, ആദ്യത്തെ റൗണ്ട്. റെഡി ആണോ? ഓക്കെ, അന്ന് നേരെ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഓക്കെ. അഥർവ കുട്ടിയുടെ റാം വോക്ക് കണ്ടിട്ട് തിരികെ വരാം. ഒരു സൂപ്പർ എലഗന്റ് വോക്കൊക്കെ ആയിട്ടാണല്ലേ വന്നത്. നല്ല ക്യൂട്ട് വോക്കായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ ജഡ്ജസ് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് അതിനു മുമ്പ് എന്തുകൂടി ചെയ്യണം? സെൽഫ് ഇൻട്രൊഡക്ഷനിലേക്കും കൂടെ ഒന്ന് പോണം. അപ്പൊ നമുക്കൊന്ന് പോയാലോ? ഓക്കെ, പറഞ്ഞോളൂ. നമസ്കാരം, എൻ്റെ പേര് അഥർവ എസ് ജയേഷ്. എൻ്റെ സ്ഥലം കൊല്ലം കുണ്ട്ര. എൻ്റെ അച്ഛൻ്റെ പേര് ജയേഷ്, JCB ഓപ്പറേറ്ററാണ്. അമ്മ ഷീബ, ഹൗസ് വൈഫാണ്. എനിക്ക് 11 വയസ്സുണ്ട്. ഞാൻ സെൻറ്റ് ജോസഫ് ഇൻ്റർനാഷണൽ അക്കാഡമിയിൽ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എൻ്റെ ഹോബീസ് ഡ്രോയിങ് ആൻഡ് ഡാൻസിങ്. എയർ ഹോസ്റ്റസ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. 3 വയസ്സ് മുതൽ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. സുന്ദരിക്കുട്ടി കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണല്ലേ? ഓക്കെ, അതോടൊപ്പം നല്ല എനർജറ്റിക് ആണ്. സോ നമുക്ക് ചോദിച്ചാലോ? ഓക്കെ, ചോദിക്കാം. ആരോട് ചോദിക്കണം? നമുക്ക് ആൻമരിയ മാമിനോട് ചോദിക്കാം അല്ലേ? ഓക്കെ മാം, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ്? അഥർവക്കുട്ടി എന്തോ നല്ല സുന്ദരിയായിരിക്കുന്നു. താങ്ക് യു. സോ ക്യൂട്ട്. താങ്ക് യു മാം. നന്നായിട്ട് റാം വർക്കൊക്കെ നന്നായിട്ട് ചെയ്തു. താങ്ക് യു. നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു. പിന്നെ ഇപ്പം സെൽഫ് ഇൻട്രോ പറഞ്ഞതൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഇനിയുള്ള റൗണ്ടുകൾ ഡാൻസൊക്കെ നന്നായിട്ട് ചെയ്യണം. ഇനിയുള്ള റൗണ്ടുകളെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യണം. ഈ ഒരു എന്താ പറയുക, ഒരു ഗ്രേസ് ഉണ്ടല്ലോ, അത് മുന്നോട്ട് ഫൈനൽ വരെ എത്തണം. ഓക്കെ? ഓക്കെ മാം. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഓക്കെ അഥവാ, അപ്പോൾ ഹാപ്പി ആയില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എനർജിയോട് കൂടി അടുത്ത റൗണ്ടിലേക്ക് പോയാൽ എങ്ങനെ ഇരിക്കും? ഓക്കെ ആയിരിക്കും. സോ എങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിൽ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അഥർവ കുട്ടിയുടെ ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ട് വരാം. प्रणवालय पाहि परिपालय परमेशी कमलालय श्रीदेवी कुरु
కురిపించవే కరుణాంబురాసి ధీం తారా ధీం ధీం తారా జతులతో ప్రాణమే నాట్యం చేసే గతులతో నామశతం మూల నతులతో నా పైన నీ చూపు ఆపేలా నా ఆలోచనే నిరంతరం నీకు నివాళినివ్వాలని నాలో ఆవేదనే నువ్వు ఆదరించేలా నివేదనవ్వాలని దేహమునే కోవెలగా నిన్ను కొలువుంచా జీవముతో భావముతో సేవలు చేసా ప్రతి ఋతువు ప్రతి కృతువు నీవని ఎంచా సతతము నీ స్మరణే ధీం తారా ధీం ధీం తారా జతులతో ప్రాణమే నాట్యం చేసే గతులతో నామశతం మూల నతులతో నా పైన నీ చూపు ఆపేలా శరణంటినే జనని నాద వినోదిని భువన పాలినివే అనాథ రక్షణ నీ విధి కాదటే మొరవిని చేరవటే അഥർവാ, ഹലോ. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അഥർവനെ എപ്പോഴും കാണുക. മൈക്ക് തരുമ്പോഴായാലും ആരെ കണ്ടാലും ചിരിക്കും ഇങ്ങനെ. എല്ലാവരും നോക്കി ഇങ്ങനെ ചിരിക്കാറുണ്ട്. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു. ഡാൻസിലും ആ ഒരു ഗ്രേസ്ഫുൾ ആയിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഡാൻസ് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് റീൽസ് കണ്ടാലോ ഇനി? അത് ചിരിപ്പിക്കുന്നതാണോ കരയിപ്പിക്കുന്നതാണോ? ചിരിപ്പിക്കുന്നതായിരിക്കും അല്ലേ? അപ്പൊ നമുക്കതൊന്ന് കാണാം. ഹായ്, അഴകാന കൂന്തൽ. കുന്തമോ? കുന്തമല്ലടി, കൂന്തൽ, തലമുടി. കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ, ഹെറിഡിറ്ററി. ഏയ്, ആ എണ്ണ തേക്കില്ല, നല്ല കാച്ചെണ്ണ തേക്കണത്. ഓക്കെ, സൂപ്പർ. ഓക്കെ, അഥവാ റീൽസും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ജഡ്ജസിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കട്ടെ? ഓക്കെ, പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് അറിയണം അല്ലേ? അപ്പൊ ആദ്യം ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ആരോടാ ചോദിക്കണ്ടേ? നമുക്ക് സലാം ബാബു സാറിനോട് ചോദിക്കാം. സർ, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ്? അഥർവക്കുട്ടി, എന്താ സാർ? ഇതിലൊക്കെ റീൽസ് ഒക്കെ കാണുമ്പോൾ വലിയ ആരോ ചെയ്യുന്ന പോലെ അല്ലേ? സാരിയൊക്കെ എടുത്ത് വലിയ കുട്ടിയല്ല, വലിയ മറ്റേ ബിന്ദു പണിക്കർ ചേച്ചിക്ക് ചെയ്ത അതേ മെച്യൂരിറ്റിയിലൂടെയാണ് മോൾ ചെയ്യുന്നത്. എന്ത് രസമായിട്ട് ചെയ്യുന്ന റീൽസ്. ഓക്കെ, അത് മാത്രമല്ല ഡാൻസിലൊക്കെ നമുക്ക് 5 മാർക്കാണ് നമ്മൾ മാക്സിമം ഉള്ളത്. ഇനി 6 കൊടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും ക്രേസ് ആയിരുന്നു. മറ്റേ പെർഫോമൻസിലും വളരെ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ചെയ്യുന്ന പോലെയാണ്.
ആ ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒക്കെ ഒരു പെർഫെക്ഷൻ, ഒരു മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ ഗുരുവായൂരിനടുത്താണ് എൻ്റെ സ്ഥലം. അപ്പം ഞങ്ങൾ അവിടെ എപ്പോഴും ഗുരുവായൂരിൽ അരങ്ങേറ്റമൊക്കെ നടക്കും. അപ്പം ഞങ്ങളൊക്കെ പോകുന്ന സമയങ്ങളിലൊക്കെ എപ്പോഴും ഡാൻസ്, അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മയമാണ്, ഈ ഭക്തിയും ഡാൻസും കലയും ഒക്കെ ഉള്ളൊരു സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ ചെന്നൊരു ഫീലിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊക്കെ പോയ ഫീലാണ് ഇപ്പോൾ മോളുടെ ഡാൻസ് ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്. ഭയങ്കര രസമായിരുന്നു ആദ്യം മുതലേ. അതെ, ആദ്യത്തിൽ ഞങ്ങൾ ഫസ്റ്റ് എനിക്ക് ഇതുവരെ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സംഭവങ്ങളിൽ എനിക്ക് തോന്നുന്നു ട്രഡീഷണൽ കോസ്റ്റ്യൂമിൽ കുറച്ച് ട്രഡീഷണൽ നിന്ന് മാറി നിന്നു എന്ന് പറയുന്ന ഒരു പോരായ്മ മാത്രമേ ഇതുവരെ എനിക്ക് തോന്നിയുള്ളൂ, ആ കോസ്റ്റ്യൂമിൽ മാത്രം. പിന്നീട് അത് വെച്ചുകൊണ്ടുള്ള റാംവാക്കാണെങ്കിലും പിന്നീട് ഡാൻസ് ആണെങ്കിലും എല്ലാം എക്സലൻ്റ് ആണ്. 100% പെർഫെക്ഷനാണ് മോൾ തരുന്നത്. ഓക്കെ, മോളുടെ ഇനി ഒരു റൗണ്ടും കൂടെ ഉള്ളൂ. ഇനിയും ഞങ്ങൾക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും കാണാൻ കൊതിയാവുന്ന രീതിയിലാണ് മോൾ പെർഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഒരുപാട് കാണുന്നുണ്ട് മോളുടെ പെർഫോമൻസുകൾ, ഇനിയും ഒരുപാട് കാണണം. ഞങ്ങളോടൊപ്പം ഇനിയും ഒരു സുന്ദരിക്കുട്ടിയിൽ തുടർ യാത്രകൾ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. ഓക്കെ, അത് വാ. അപ്പം നല്ല കമൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അവർക്ക് ഒരുപാട് പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട് അടുത്ത റൗണ്ടിലേക്ക്. ആ പ്രതീക്ഷയൊക്കെ നിറവേറ്റുമല്ലോ അല്ലേ? അവരെ ഞെട്ടിക്കണം. ഓക്കെ, അപ്പം നമ്മൾക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അതർവാ, വെസ്റ്റേൺ ഡ്രസ്സിൽ നിന്ന് മാറി ചിന്തിച്ച് സാരിയൊക്കെ കൊടുത്ത് വലിയ ആളെ പോലെയൊക്കെയാണല്ലോ വന്നേക്കുന്നേ. ഓക്കെ, എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു വേറൊരു ലുക്ക് പരീക്ഷിച്ചതാണല്ലേ? ഓക്കെ, അപ്പം എന്തായാലും കൊള്ളാം. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ചോദിക്കുന്നത് ആൻ മരിയ മാം. അതർവാ, എന്താ മാം? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചു. ഏറ്റവും ഇഷ്ടമുള്ള സീസൺ ഏതാണ്? റെയിനി സീസൺ. റെയിനി സീസൺ എന്തുകൊണ്ടാണ്? അതെനിക്ക് മഴയത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ മഴയത്ത് ട്രാവലൊക്കെ ചെയ്യാൻ ഒരു പ്രത്യേക മൂഡാണ് അല്ലേ? അതെ. ഓക്കെ ഓക്കെ, ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. പിന്നെ മോളുടെ ഈ സ്റ്റൈൽ കാവിലെ ഭഗവതി നേരിട്ടിറങ്ങി വന്ന് നിൽക്കുന്ന പോലെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു മാം. എല്ലാ പെർഫോമൻസും സൂപ്പറായിരുന്നു. ഡാൻസൊക്കെ ആണെങ്കിലും ഭയങ്കര ഗ്രേസ്ഫുള്ളായിട്ടാണ് മോള് പെർഫോം ചെയ്തത്. എന്താ പറയുക, അതിൽ ഇങ്ങനെ ചിരിച്ച് ലയിച്ചൊക്കെ ചെയ്യാന്ന് പറയില്ലേ, അതുപോലെയാണ് ചെയ്തത്. ഓൾ ദി വെരി ബെസ്റ്റ്. ഇതുപോലെ മുന്നോട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു. അഥർവക്കുട്ടി, എന്തോ ഇവിടെ വന്നിട്ട് ഭയങ്കര നല്ല പ്രകടനങ്ങളൊക്കെയാണ് കാഴ്ചവെച്ചത്. ഓക്കെ, ഞങ്ങളുടെ എക്സ്പെക്റ്റേഷനൊക്കെ അപ്പുറത്തായിരുന്നു അഥർവക്കുട്ടി. ഓക്കെ, അതുപോലെ തന്നെ മോഡലിങ്ങും ആക്ടിങ്ങും ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക. ഒപ്പം പഠനം മുടക്കരുത്, പഠനവും മുന്നോട്ട് കൊണ്ടുപോവുക. ഒരുപാട് വലിയ ആളാവട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ സുന്ദരിക്കുട്ടികളെ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമായിരിക്കും അല്ലേ? ഇനി അതിലും മികച്ച ഒട്ടനവധി കുട്ടികൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് അഖില അവറാച്ചൻ.